എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നാളെ വീക്കെൻഡാണ്. പ്രധാനമായും കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഫ്രീ ഡേ. അവർക്ക് നാളെ പല പ്രോഗ്രാംസും കൂട്ടുകാരോടൊക്കെ കാണും, പുറത്തു പോകേണ്ടി വരും. അതൊക്കെ സാധാരണയാണ്, ശരിയാണ്. ഒരു മൺഡേ ടു ഫ്രൈഡേ വരയ്ക്കും ഫുൾ ഓവർ സ്ട്രെയിൻ എടുത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ അവർക്ക് ബ്രേക്ക് കിട്ടുന്നതല്ലാണ്. അത് കുറച്ചുകൂടെ അവർക്ക് കുറച്ച് ഫ്രഷനപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ കുട്ടികൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഏതെങ്കിലും കളിസ്ഥലങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആ ലൊക്കേഷൻ എവിടെയാണെന്നും അവിടെ എന്താണ് അവരുടെ പർപ്പസ് എന്നും കൂടെ ഒന്ന് പേരൻസ് അറിയുക. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം അവർ പോകാൻ അനുവദിക്കുക. ഇതിൽ പ്രധാനമായി കുട്ടികൾ, ഇന്നത്തെ യങ്സ്റ്റേഴ്സ് കൂടുതലും ടൂ വീലർ ഉപയോഗിക്കുന്നവരാണ്. നാളെ വീക്കെൻഡാണ്, ട്രാഫിക് കുറച്ച് കൂടുതലുള്ള ദിവസമായിരിക്കും. ഇതുപോലെ പല കുട്ടികളും കൂട്ടുകാരന്മാരും ഒന്നിച്ച് പല വിനോദ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാറുണ്ട്. ഇത് പ്രധാനമായി കുട്ടികളോട് പറയേണ്ടത്, ഒരു രീതിയിലും സ്വിമ്മിങ് അറിയാത്തവർ എത്ര കൂട്ടുകാർ നിർബന്ധിച്ചാലും ഒരു പുഴയിലോ ഒരു തടാകത്തിലോ ഒരു കുളത്തിലോ നദിയിലോ കുളിക്കാൻ ഇറങ്ങരുത്. അത് വളരെ ശ്രദ്ധിക്കണം. കൂട്ടുകാർ വളരെ നിർബന്ധിക്കും, പറയും കുഴപ്പമില്ല, ഞങ്ങളുണ്ടല്ലോ, ഒന്നും പ്രശ്നമില്ല, ഞങ്ങൾ സഹായത്തിനുണ്ടാവും, ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും ഒക്കെ അവർ പലതും പറയും. അത് ഇന്നത്തെ മാറ്റർ സ്പിരിറ്റ്, അതൊരു കുട്ടികൾക്കുണ്ടാകുന്നൊരു സ്പിരിറ്റാണ്. കൂട്ടുകാരൊപ്പം കുളിക്കുന്നതൊക്കെ കാണാനും അവർക്ക് ഇഷ്ടമായിരിക്കും. കുറച്ച് പേർ കുളിക്കുന്നു, 2-3 പേർ മാറി നിൽക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാകും. സ്നേഹം കൊണ്ട്, ഒത്തിരി ഇൻറ്റിമേസി കൊണ്ട് ഇവരെ പിടിച്ച് ഫോഴ്സ് ചെയ്ത് പുഴയിലേക്ക് ഇറക്കും കുളിപ്പിക്കാൻ വേണ്ടി വരുന്നത്. പക്ഷേ അത് ഒരുപാട് അപകടം പതിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവർ പോകുന്ന സ്ഥലത്ത് മുമ്പേ പോയവരായിരിക്കില്ല. അവിടെ എവിടെ കുഴി ഉണ്ടാകും അല്ലെങ്കിൽ അടിയൊഴുക്കുണ്ടാകും ഇവർക്കൊന്നും അറിയില്ല. അത് എത്ര നീന്തൽ അറിയുന്നവരും ഒരു പക്ഷേ അവർ അപകടത്തിൽപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അപകടത്തിൽ കൂടുതലും പെടുന്നത് ഇപ്പോൾ 2-3 ഒന്നിച്ചാകുമ്പോൾ ഒരാൾ മുങ്ങിത്താഴുമ്പോൾ മറ്റാൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും, അവരും ഇങ്ങനെയാണ് അതൊരു സീരിയലായിട്ട് ഈ മരണങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു രീതിയിലും നീന്തലറിയാത്ത മക്കളോട് അവരുടെ പേരൻസ് നിർബന്ധമായി പറയണം, പുഴയിലിറങ്ങി കുളിക്കാൻ ശ്രമിക്കരുത്. ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. രണ്ടാമത്, ഈ ടൂ വീലർ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടിക്കുക, 2 പേര് കയറി യാത്ര ചെയ്യുക, അതും അരുതാൻ പാടില്ല. അതിലെല്ലാത്തിലുപരി ചില കുട്ടികൾ ഡ്രഗ്സ് അറിയാതെ, മറ്റാരും അറിയാതെ ഉപയോഗിക്കുന്ന കുട്ടികൾ കാണും, അതീവ രഹസ്യമായി. ഇത് അവരുടെ സുഹൃത്തുക്കൾക്കും അറിയില്ല. അങ്ങനെ ഡ്രഗ്സ് അടിച്ച് വരുന്ന കുട്ടികളുടെ അമിത ആവേശം കാണും എല്ലാത്തിനും. അപ്പോൾ അവർ ഡ്രഗ്സ് കഴിച്ചിരുന്ന കുട്ടികൾക്കൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ അതും എപ്പോഴും ചെറിയൊരു സെൻസ് ഉണ്ടായിരിക്കണം. ഒരു അബ്നോർമലായിട്ട് കുട്ടികൾ സംസാരിക്കുന്നതും ഓരോ പ്രവർത്തിക്കുന്നതും സ്പിരിറ്റ് കാണിക്കുമ്പോൾ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഡ്രഗ്സിൻ്റെ എന്തെങ്കിലും ഒരു സിംറ്റംസ് ആയിരിക്കും. അതും മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ കുട്ടികളെ എവിടെയെങ്കിലും ഒന്ന് ഔട്ടിങ്ങിന് പോകുമ്പോൾ അവർ ഒന്നൊന്ന് പെർമിഷൻ അപ്പോൾ ഒന്നും ഈ കഥകൾ പറയരുത്, അവർക്ക് ഇഷ്ടപ്പെടില്ല. അത് ഫ്രീ ടൈം ഉള്ളപ്പോൾ ഏതെങ്കിലും സമയം ഫ്രീ ആയിട്ട് പിള്ളേരെ കിട്ടുമ്പോൾ അവരെ അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിപ്പിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ ബന്ധുജനങ്ങൾക്ക് ഈ കുട്ടികളെന്ന് വെച്ചാൽ അവരുടെ ഒരു ചെറുപ്രായത്തെ അവരുടെ ട്രെൻഡുള്ള പിള്ളേരാണ്, ഭയങ്കര സ്പിരിറ്റ് ആയിരിക്കും. അവർക്ക് എന്ത് ചെയ്യുന്നതിനോടും എന്താ പറയുക, ഒരു ആർജവം ഉണ്ടാകും. പക്ഷേ അവരുടെ ആർജവം സുരക്ഷിതമാണെങ്കിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ അതിലേറ്റവും നീറിപ്പുകയുന്നത് പേരൻസും ബന്ധുജനങ്ങളുമായിരിക്കും. നമുക്ക് തന്നെ അറിയാം, ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ മുങ്ങിച്ചാരുന്ന ഒരു സാധാരണ സംഭവമായി മാറുകയാണ്. അത് 1 അല്ല 2-3 കുട്ടികൾ ഒന്നിച്ചൊക്കെ മുങ്ങിച്ചാകുന്ന ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പത്രത്തിൽ വായിക്കാൻ പറ്റുന്നു. പക്ഷെ അങ്ങനെയുള്ള ദുരന്തം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കാതിരിക്കാൻ ഈ കുട്ടികളും ശ്രമിക്കണം, അവരെ ബോധവൽക്കരിക്കാൻ പേരൻസും ശ്രമിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി
ഇവർ പറഞ്ഞാൽ കേൾക്കില്ല. ഇവർ ആ ഒരു കാരണം കൊണ്ട് ഇവരെ അവരാവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ വിടാതിരിക്കരുത്. അത് അവരെ ഡീമോറലൈസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അവർക്ക് ദുഃഖം തോന്നും. എന്താണ് എൻ്റെ പേരൻസ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ആംഗിളിലോട്ട് അവർ ചിന്തിക്കും. അതൊന്നും ഉണ്ടാകണ്ട. കുട്ടികൾ എല്ലായിടത്തും സാധാരണ ഒരു ശാഠ്യം പിടിക്കുന്നൊക്കെ ഒരു അവസരം പിള്ളേരെല്ലാം പ്ലാൻ ചെയ്ത് വളരെ ആകാംക്ഷയോടെ വളരെ സ്പിരിറ്റോടെ ഓരോ പ്ലാൻ ചെയ്ത് അതിലൊരാൾ പോകാൻ സാധിച്ചില്ല. പേരൻസ് അതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയാൽ വലിയ വിഷമം ഉണ്ടാകും. ഒരുപക്ഷെ അവരുടെ പഠിത്തം തന്നെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആ ഒരു റിവെഞ്ച് അവരുടെ മൈൻഡുണ്ട്, നമ്മളോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും. അപ്പോൾ അതൊന്നും വേണ്ട. അത് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കണം. അത് പേരൻസ് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി വളരെ പ്രധാനമായി പറയാനുള്ളത് ഈ വീക്കെൻഡിന് നമ്മൾ എവിടെ പോയാലും വരുന്നത് മാക്സിമം ആ ശൈലി ഡാർക്കിന്, അതായത് ഇരുട്ടുന്നതിന് മുമ്പായി തന്നെ വീട്ടിൽ തിരിച്ചെത്താൻ പറയുക. കാരണം വീക്കെൻഡെല്ലാം കഴിഞ്ഞു നല്ല സന്തോഷമായി വന്നു കഴിഞ്ഞാൽ സൺഡേ വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചുണ്ടാകേണ്ട ഒരു സമയമാണ്. അത് കുട്ടികളെ പറഞ്ഞ് ബോധവൽക്കരിക്കുന്ന ആഹാരം കഴിക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ഡിന്നർ കഴിക്കുന്നതും ഒക്കെ ഒന്നിച്ചായിരിക്കണം. കാരണം മറ്റുള്ള ദിവസങ്ങളിൽ കൂടുതലും അവർ പഠിക്കാൻ പോണ സ്ഥലത്തായിരിക്കുമല്ലോ. അപ്പോൾ പേരൻസിനൊന്നും കിട്ടില്ല. ഓക്കെ, സാറ്റർഡേ ഇവരിങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനുമായിട്ടൊക്കെ വരികയാണെങ്കിൽ സാറ്റർഡേ ഒരു പോക്കോട്ടെ. ബട്ട് സൺഡേ എല്ലാ പാരൻസും കുട്ടികളും അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം, ഒന്നിച്ചുള്ളൊരു ആഹാരം കഴിക്കണം. അന്ന് അവരുടെ സമയമാണ്. അന്ന് കഴിയുന്നതും മറ്റു പുറത്തൊന്നും പോകാതെ ഇനി അങ്ങ് പുറത്ത് പോകണമെങ്കിലും അതൊരു ഔട്ടിങ്ങിന് പോകണമെങ്കിൽ കുട്ടികളും പാരൻസും എല്ലാം ഒന്നിച്ചു പോകുക. അതും ഒരു ഹാപ്പി ആയിരിക്കണം. പിന്നെ അത്യാവശ്യമുള്ള പണികൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കാണും, വല്ല ഹൗസ് കീപ്പിങ്ങോ ക്ലീനിങ്ങോ പലതൊക്കെ കാണും. അങ്ങനെ ആ സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സാറ്റർഡേ ഇവർ ഔട്ടിങ്ങിനോട്, സൺഡേ കുട്ടികളും പേരൻസും ഒന്നായിട്ടുണ്ടാകണം. അവിടെ ആരെങ്കിലും ബന്ധുജനങ്ങളൊക്കെ വരും, വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരും. അവരോടൊപ്പം അവരെയൊക്കെ പരിചയപ്പെടണം. അങ്ങനെയുള്ളൊരു നല്ലൊരു ദിവസമായി കാണാൻ ശ്രമിക്കണം. അപ്പോൾ എന്തായിരുന്നാലും നാളത്തെ ഒരു വീക്കെൻഡ് നല്ല വീക്കെൻഡ് ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ലൊരു വീക്കെൻഡ് നേരുന്നു, പേരൻസിനും കുട്ടികൾക്കും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. സുരക്ഷിതമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അടുത്തൊരു വീഡിയോയിൽ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.